പൊന്നാര ചങ്ങായിമാരെ ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞുതരാം, നിങ്ങൾക്കൊരു ഉപകാരപ്പെട്ടോളൂ. ഞാനും ഒന്നും ആയിട്ടില്ല. മുസ്ലിങ്ങളെ അതിക്രൂരമായി അടിച്ചമർത്തുകയും അതുപോലെ തന്നെ അവരെ വധിക്കുകയും ചെയ്തു. മാത്രമല്ല അവരെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് റോഹിംഗ്യൻ മുസ്ലിം അതേപോലെ തന്നെ ഫലസ്തീൻ മുസ്ലിങ്ങളെയും അതിക്രൂരമായി അടിച്ചമർത്തുന്നതും വധിക്കുന്നതും രാജ്യത്ത് നിന്ന് കടത്തുന്നതുമെല്ലാം നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ പിന്നിലൊക്കെ അവരുടെ ഭരണകൂടങ്ങളാണ് ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മുടെ ഇസ്ലാമിക ലോക പണ്ഡിതന്മാരും മുസ്ലിം രാജ്യങ്ങളും എന്തുകൊണ്ട് ഒരു സമിതി ഉണ്ടാക്കിയിട്ടില്ല? അവർ എന്തുകൊണ്ട് ഈ സമിതി ഉണ്ടാക്കാൻ മുന്നിലോട്ട് വന്നിട്ടില്ല? ഇതാണ് ഒന്ന്, ഫോട്ടോയിൽ കാണുന്നതെല്ലാം ശരിയല്ല. ഫോട്ടോയും വീഡിയോയും ആർക്കും എങ്ങനെയും ഉണ്ടാക്കാം. അതുകൊണ്ട് കാണുന്നതൊക്കെ ശരിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. രണ്ടാമത്തേത്, അങ്ങനെ അടി കിട്ടുകയും തൊഴി കിട്ടുകയും വീട് കത്തിക്കുകയും മറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നവരായിരിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഞാൻ വേറെ ആരെങ്കിലും നിസ്കരിക്കാൻ ഏൽപ്പിച്ചിട്ട് ഇതിലൊക്കെ ചുറ്റി നടന്ന് നിസ്കരിക്കാൻ വരാത്ത ആളുകളുടെ വീടൊക്കെ ചെന്ന് കരിച്ചാലോ എന്ന് ആലോചിച്ചു എന്ന്. നിസ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കുറ്റമാണ്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു രാജ്യത്ത് സ്വതന്ത്രമായി അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല. ഭരണാധികാരികളാണ് അത് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ ഗുജറാത്തിലെ ജനങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ വീട് ചുടണം, അവരെ കൊല്ലണം. ആരാ ചെയ്യേണ്ടത്? അത് അല്ലാഹു തആല അതിനെ പറ്റിയ ആളുകൾ അവിടെ മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഒക്കെ നിയമിക്കും. അപ്പോൾ ഈമാനില്ലാത്തതിൻ്റെയും ഇബാദത്തില്ലാത്തതിൻ്റെയും കാരണം കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ സംഭവിക്കുന്നത്. അതിനുള്ളൊരു സമിതിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത നിസ്കാരം പഠിപ്പിക്കുന്നുണ്ട്, വാള് നടത്തുന്നുണ്ട്, പരിപാടി നടത്തുന്നുണ്ട്. അതുപോലെ എല്ലാ നാട്ടിലും അങ്ങനെയുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം.